നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 സെപ്റ്റംബർ മാസം 15-ാം തീയതി 1200-ാം ആണ്ട് ചിങ്ങമാസം 30-ാം തീയതി ഞായറാഴ്ച. ഞായറാഴ്ച മാത്രമല്ല, ഇന്ന് തിരുവോണമാണ്. ഓണം എന്ന് നമ്മൾ പറയണത് എല്ലാ മാസത്തിലും തിരുവോണം നക്ഷത്രം വരുമെങ്കിലും ചിങ്ങമാസത്തിലെ തിരുവോണം പൊന്നോണമാണ്. മലയാളികളുടെ ഏറ്റവും സുപ്രധാനമായ ദിവസമാണ് ഇന്ന്. ഇപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ നമുക്കൊരുപാട് വർഷത്തിലെ ദിവസങ്ങളുണ്ട്. നമ്മൾ ആഘോഷിക്കാറുണ്ട്. ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട്, റംസാൻ ആഘോഷിക്കാറുണ്ട്, വിഷു ആചരിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പല തരത്തിലുള്ള പുണ്യ ദിവസങ്ങൾ നമുക്കുണ്ടെങ്കിൽ പോലും മലയാളികളുടെ സ്വകാര്യമായിട്ടുള്ള ദിവസം എന്ന് വേണമെങ്കിൽ പറയാം തിരുവോണം. അപ്പോൾ ഇന്ന് തിരുവോണം ദിവസമാണ്. തിരുവോണം വന്നിരിക്കുന്നത് ചിങ്ങമാസം അവസാന സമയത്താണ്. ഇപ്പോൾ തിരുവോണം വന്നിരിക്കുന്നത് 30-ാം തീയതി. അപ്പോൾ തിരുവോണ നക്ഷത്രവും ഞായറാഴ്ചയും എല്ലാം കൂടി വന്നിരിക്കുന്ന നല്ലൊരു ദിവസമാണ്. അപ്പോൾ നല്ലൊരു ദിവസം വെച്ചാൽ നല്ലൊരു ഓണമായിരിക്കും നമുക്ക് പ്രദാനം ചെയ്ത് കിട്ടുക എന്നുള്ളതിന് സംശയം വേണ്ട. കാരണം നല്ല ദിവസം, അതുപോലെ എല്ലാം ഒത്തു വന്നിരിക്കുന്ന ഒരു ദിവസം തന്നെയാണ്. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ചിങ്ങത്തിലെ തിരുവോണ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അവർ മാത്രമല്ല, നമ്മളെ നാട്ടുകാർ മൊത്തം ആഘോഷിക്കുന്ന ദിവസമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒപ്പം ചേർന്ന് എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ നമുക്കൊരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ, ഇപ്പോൾ തിരുവോണ നക്ഷത്രക്കാർക്ക് വാർഷിക ഫലം ചിന്തിക്കുമ്പോൾ ഈ ഒരു വർഷം നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായി തീരും എന്നുള്ളതിന് സംശയം വേണ്ട. അപ്പോൾ ഭാഗ്യദായകമായ ഒരു വർഷം തന്നെയായിരിക്കും ഈ നക്ഷത്രക്കാർക്ക്. കാരണം എല്ലാം കൊണ്ടും ഞായറാഴ്ച, ഇപ്പോൾ തിരുവോണ നക്ഷത്രം, മറ്റെല്ലാ ഭാവങ്ങളും അനുകൂലപ്രദമായി നിൽക്കുന്ന കാലഘട്ടമായതുകൊണ്ട് കുറേ ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് നമ്മളുടെ ശുഭഫലങ്ങൾ മുടക്കം കൂടാതെ ലഭിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു വർഷക്കാലവും സൂര്യൻ്റെ ദിവസം വന്നതിൻ്റെ പേരിൽ ഒരു വർഷക്കാലവും സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചോളുക, സൂര്യനെ നമസ്കരിക്കുക. നമ്മളുടെ ഇഷ്ടദേവനായി സൂര്യഭഗവാനെ കണ്ടുകൊണ്ട് സൂര്യനെ പ്രാർത്ഥിക്കുക. സൂര്യനെ നമസ്കരിക്കുന്നതിന് പ്രത്യേക സമയമുണ്ട്. എപ്പോഴെങ്കിലും സൂര്യനെ പ്രാർത്ഥിച്ചാൽ പോരാ. സൂര്യ ഉദയം തൊട്ട് 7:30 നാഴിക നേരം, 3 മണിക്കൂർ നേരം. ഉദാഹരണം, രാവിലെ 6:15 സൂര്യൻ ഉദിച്ചെങ്കിൽ 9:15 മണി വരെ സൂര്യൻ ബാലഭാവത്തിൽ നിലനിൽക്കും. ഈ സമയത്ത് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കണം. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈ ഒരു വർഷവും ലഭിക്കേണ്ട ഫലം ഒരു ബ്ലോക്കും കൂടാതെ നമ്മളിലേക്ക് ആ പോസിറ്റീവ് എനർജി വന്നു ചേരും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നതാണ്. ഞായറാഴ്ച ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് എന്ത് ദോഷത്തെയും മാറ്റാനായിട്ട് വീട്ടിൽ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ ഇന്ന് രാവുകാല സമയം, ഇന്ന് പൊന്നോണമാണ്. രാവുകാല സമയം നോക്കി ഓരോ കാര്യത്തിന് ഇറങ്ങണം. രാവുകാല സമയം വന്നിരിക്കുന്ന 4:51 തൊട്ട് രാവുകാല സമയം ആരംഭിക്കും. 4:51 തൊട്ട് 6:21 വരെ രാവുകാല സമയമുണ്ട്. അപ്പോൾ വൈകുന്നേര സമയം ബന്ധുവീടുകളിലോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റ് സിനിമയ്ക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉത്സവങ്ങൾക്കോ മറ്റ് പ്രോഗ്രാമിനോ പോകുന്നവർ ദിവസം കൊള്ളാമെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും രാഹുകാലം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. അതേപോലെ തന്നെ 2 സമയങ്ങൾ എല്ലാ ദിവസവും പ്രകൃതി അവർക്ക് കൊടുത്തിരിക്കുന്ന സമയമാണ് 2 നെഗറ്റീവായിട്ടുള്ള സമയം. ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും. ഈ സമയം നമ്മൾ ഒരു കാര്യത്തിനും എടുക്കരുത്. അത് അവർക്ക് അനുവദിച്ച് കൊടുത്തിരിക്കുന്ന സമയമാണ് പ്രകൃതി. നമുക്ക് 12 മണിക്കൂർ തന്നതിൽ 3 മണിക്കൂർ നേരം 9 മണിക്കൂറും നമുക്കെടുക്കാം.
ആ 3 മണിക്കൂർ സമയം അവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുക. ആ സമയത്തിൽ കയറി ശുഭകാര്യങ്ങൾ ചെയ്യാൻ പോകരുത്. ഇപ്പോൾ പ്രകൃതിയിൽ നെഗറ്റീവുള്ള സമയമാണ് ഗുളികകാല സമയം. അതായത് 3 മണി 20 മിനിറ്റ് തൊട്ട് 4 മണി 51 മിനിറ്റ് വരെയും, അതുപോലെ യമകണ്ഠകാല സമയം 12:20 തൊട്ട് 1 മണി 50 മിനിറ്റ് വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങളും ചെയ്യരുത്. അതുപോലെ ഇന്ന് എല്ലാത്തിനും കൊള്ളാവുന്ന സമയമാണ്, എല്ലാ ദിവസവും ഉണ്ട്, അഭിജിത്ത് മുഹൂർത്ത സമയം. ഒരു മുഹൂർത്തങ്ങളിൽ ഏറ്റവും ശക്തി മുഹൂർത്തമുള്ള സമയമാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. അഭിജിത്ത് മുഹൂർത്തം ഇന്ന് പറഞ്ഞത് 12 മണി 56 മിനിറ്റ് തൊട്ട് 11 മണി 56 മിനിറ്റ് തൊട്ട് 12 മണി 44 മിനിറ്റ് വരെ 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം കൊള്ളാം, എന്നാലും അതിൽ ശ്രേഷ്ഠമായ സമയമാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. അപ്പോൾ ഇന്ന് വസ്ത്രധാരണം, ഇന്നിപ്പോൾ സാധാരണ പൊന്നോണത്തിന് പുത്തൻ കോടിയൊക്കെ ഉടുത്ത് നടക്കുന്ന ദിവസമാണ്. അപ്പോൾ കോടി വസ്ത്രമൊക്കെ ധരിച്ച് ഇടുന്നവർ ശരിക്ക് സൂര്യൻ അനുകൂലപ്രദമായിട്ടുള്ള വസ്ത്രധാരണം ചെയ്യുക. താമരപ്പൂവിൻ്റെ കളറോ റെഡ് മിക്സായിട്ടുള്ള കളറോ ചൂടുകല്ലിൻ്റെ കളറോ അല്ലെങ്കിൽ കാപ്പിപ്പൊടി കളറോ ഒക്കെ ആയിട്ടുള്ള കളറ് വസ്ത്രത്തിൽ ഉൾപ്പെടുത്തി പോകുന്നത് കുറച്ചുകൂടെ ഭാഗ്യത്തെ നമ്മളിലേക്ക് ആഗിരണം ചെയ്യും. ഐശ്വര്യപ്രദമായ അവസ്ഥകൾ നിങ്ങൾക്ക് വന്നു ചേരും. ഇന്നത്തെ തിരുവോണം, പൊന്നോണം എല്ലാവർക്കും സന്തോഷപ്രദമായി തീരട്ടെ എന്ന് ശരിക്ക് പ്രകൃതി ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.